ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത്. അളവൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്ര പച്ചക്കറികൾ വേണമെങ്കിലും ചേർക്കാം. ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ക്യാരറ്റ്, പടവലങ്ങ, പച്ചക്കായ, വെള്ളരി, മുരിങ്ങക്കായ, പപ്പായ, ചേന, ഉരുളക്കിഴങ്ങ്, സവാള. നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളരി ചേർത്തതിന് പകരം കുമ്പളങ്ങ വേണമെങ്കിൽ എടുക്കാം. പിന്നെ പയറ്, വഴുതനങ്ങ, ബീൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് കണക്കെ പച്ചക്കറിയെല്ലാം കഴുകിയിട്ട് ഞാനൊരു അരിപ്പ പോലത്തെ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയേച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ അവിയലിന് ഒരുപാട് വെള്ളം വേണ്ട, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. ഇനി ഈ പച്ചക്കറി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ ചിലവർ നല്ല കുഴഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്, ചിലവർ അധികം കുഴയാതെ ഈ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എന്തായാലും ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞങ്ങ് പോകത്തില്ല. അതാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അവിയലിന് എത്ര തേങ്ങ ഇടുന്നോ അത്രയും ടേസ്റ്റ് ആട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, അപ്പോൾ ഇതൊരു 5 പീസോളം ഉണ്ട്, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം. നമ്മളിതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. ഇത് അരച്ചിട്ട് വരട്ടെ. തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി പച്ചക്കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാണ്ടാണ് ഇത് അരച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കണേണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ഒഴിച്ചേച്ചാൽ മതി. സാധാരണ അവിയൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല. പച്ചക്കറി വയ്ക്കുമ്പോൾ പച്ചക്കറിക്കകത്തൊന്ന് വെള്ളം ഇറങ്ങി വരിക ചെയ്യുന്നത്. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നാൽ മാത്രമേ പച്ചക്കറിയിലോട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. സ്റ്റൗവിലേക്ക് മാറ്റാം. കുക്കർ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. കുറച്ച് വെച്ചതിന് ശേഷം വേണം പിന്നെ ഫുൾ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു വിസിൽ. എന്നു വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ തീ കൂട്ടി വെക്കുകയെന്നുണ്ടെങ്കിൽ പച്ചക്കറി എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം ഒന്ന് 5 മിനിറ്റ് കിടക്കുമ്പോഴത്തേക്കും ആ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. അത് വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളത്തേക്ക് കിടന്നിട്ട് വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫുൾ പ്രഷർ പോകണം. ഫുൾ പ്രഷർ പോയതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ആക്കി. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ എന്തായി നോക്കാം. ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓണാക്കി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരാണ്. ഇത് 1 കപ്പുണ്ട്. അപ്പോൾ നമ്മൾ തൈര് ചേർക്കുമ്പോൾ അവിയലിന് ആവശ്യത്തിന് എത്ര പുളി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട് കേട്ടോ. തൈരും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിയുടെ അംശം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇത് വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് അതിൻ്റെ അകത്ത് ആദ്യമേ പുളിയൊന്നും ചേർക്കാത്തത്. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഇച്ചിരി കുഴഞ്ഞ ടൈപ്പ് അവിയലാണ്. ഇതിൽ ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില എത്ര കിടക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ അവിയലിന്. ഇനി അധികം നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ തൈരൊന്ന് ഇതിലേക്കൊന്ന് പിടിച്ചാൽ മാത്രം മതി. ഇച്ചിരി സമയം ഒന്ന് അടച്ചു വെക്കുവാണ്. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്ന തൈരിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇതൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം.
അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഉണ്ടാക്കുന്ന അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്